പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. മെയ് മാസം 7-ാം തീയതി മുതൽ 17-ാം തീയതി വരെ, മെയ് 7-ാം തീയതി NCBS സഭാ സ്ഥാപന ദിനം. ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ചിട്ട് ആ തീയതിയിൽ 58 വർഷം തികയുന്നു. എന്നെ സ്പർശിച്ച ഒരു വിവരണം നിത്യഹരിതവൃക്ഷമായ ഹോഗലിയുടെ വെള്ളപ്പൂവ് വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ കൂർത്ത ഇലകൾ കർത്താവണിഞ്ഞ മുൾമുടിയെയും. മറ്റൊരു വിവരണം, ഈ ഹോഗലി ബെറീസ് ആദ്യം വെള്ളയായിരുന്നെന്നും ചമ്പട്ടിയടിയേറ്റ ഈശോയുടെ രക്തത്താൽ ചുവന്ന നിറമായെന്നും പറയുന്നു. മറ്റൊരു വിവരണം, ഈശോയുടെ കുരിശു വഴിയിൽ പാദസ്പർശമേറ്റ ഈ ചെടി മുളച്ചുവെന്നും പറയുന്നു. ആദ്യ കുർബാന സ്വീകരണത്തിലൂടെ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് നമുക്ക് ഈ ചെടിയുടെ വെളുത്ത പൂ പോലെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാം. കോച്ചുന്ന തണുപ്പും മഞ്ഞും അതിജീവിക്കുന്ന ഈ ചെടിയെപ്പോലെ പുൽക്കൂട്ടിലെ തണുപ്പിൽ നമുക്കായി പിറന്ന ഉണ്ണി ഈശോ നമ്മിൽ പിറക്കട്ടെ. അതിനാൽ ക്രിസ്മസിന് ഈ ചെടികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ചെടിയുടെ വിത്തുകൾ പരത്തുന്ന ഈ കിളികളെ പോലെ നമുക്ക് സ്നേഹാത്ഭുതമായ വിശുദ്ധ കുർബാനയുടെ ഫലങ്ങൾ പരത്താം. യേശു കാൽവരി യാത്രയിൽ ഏന്തിയ കുരിശും ഹോഗലി മരത്തിൻ്റെതായിരുന്നത്രേ. മെയ് മാസം 17-ാം തീയതി വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ നാമകരണത്തിൻ്റെ ശതാബ്ദിയുടെ സമാപന ദിനം.